നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റ് പ്രധാന വാർത്തകൾ കാണാം. പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. നന്ദിപുലത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പശുവിനെ തെരുവ് നായ്ക്കൂട്ടം മാരകമായി കടിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, കൃപേഷ്, ശരത്ലാൽ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജനവിരുദ്ധമാണ് കേരള ബഡ്ജറ്റ് എന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി II അബ്ദുൾ മജീദ് പറഞ്ഞു. 50% ഭൂനികുതി വർധനവിനെതിരെ നെല്ലായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. താമര വെള്ളച്ചാൽ സ്വദേശിയായ 60 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് ആനയുടെ ചവിട്ടേറ്റാണ് പ്രഭാകരൻ മരിച്ചത്. മൃതദേഹം കാടിനുള്ളിലാണ്. പീച്ചി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇവിടം. ഉൾവനത്തിലാണ് പ്രഭാകരന് ആനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇന്ന് രാവിലെയാണ് പ്രഭാകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഭാകരനും മകനും മരുമകനും ചേർന്നാണ് കാട്ടിലേക്ക് പോയത്. കൂടെയുണ്ടായിരുന്നവർ തന്നെയാണ് പ്രഭാകരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം നാട്ടിൽ അറിയിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യത്തിൽ എത്തിച്ചു. രാവിലെ 6 മണിയോടെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയത്. 6:40 ആന വെറ്റിലപ്പാറയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ആനയ്ക്കൊപ്പം ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും ഉണ്ടായിരുന്നു. പിന്നാലെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം ആനയ്ക്ക് അരികിലെത്തി. 7:15 വെറ്റിലപ്പാറയിലെ 17ാം ബ്ലോക്കിൽ വെച്ച് ദൗത്യസംഘം ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ ആനയെ ഒപ്പമുണ്ടായിരുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി താങ്ങി നിർത്തുന്ന കാഴ്ച വൈകാരികമായി. അല്പസമയത്തിനുള്ളിൽ ആന മയങ്ങി വീഴുകയായിരുന്നു. പിന്നാലെ ഗണപതിയെ ദൗത്യസംഘം പടക്കം പൊട്ടിച്ച് മാറ്റുകയായിരുന്നു. ഉടൻ അരുൺ സക്കറിയയും സംഘവും മയങ്ങി വീണ ആനയ്ക്കരികിലെത്തി. മുറിവിലെ പഴുപ്പും പുഴുക്കളെയും ചളിയും മണ്ണും എല്ലാം നീക്കം ചെയ്തു. മരുന്നുവെച്ചു, ഡ്രിപ്പിട്ടു. ആനയുടെ ശരീര ഊഷ്മാവ് കുറച്ചു നിർത്താൻ വെള്ളം നനച്ചുകൊടുത്തു. സമയം 8:45 ആയതോടെ മയങ്ങി വീണ ആന സ്വമേധയാ എഴുന്നേറ്റു. ഇതോടെ ദൗത്യസംഘത്തിന് ആശ്വാസത്തിന്റെ നിമിഷങ്ങളായി. അധികം വൈകിയില്ല. ഇരുവശത്തും പുറകിലുമായി നിന്ന കുങ്കിയാനകൾ അനിമൽ ആംബുലൻസ് ലോറിയിലേക്ക് പരിക്കേറ്റ ആനയെ തള്ളിക്കയറ്റുകയായിരുന്നു. 9:30 ആനയെയും വഹിച്ചുകൊണ്ടുള്ള ലോറി കോടനാട്ടേക്ക് തിരിച്ചു. പുറകെ അരുൺ സക്കറിയയും സംഘവും. 1 മണിക്കൂറിനകം സംഘം കോടനാട് എത്തി. ഇതോടെ അതിരപ്പിള്ളി ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണ വിജയമായി. ആനയെ സുരക്ഷിതമായി പണികഴിപ്പിച്ച ആനക്കൂട്ടിലേക്ക് കയറ്റുക എന്നതായിരുന്നു 2ാം ഘട്ടം. ഉച്ചയ്ക്ക് 12:30 ആ ലക്ഷ്യവും വിജയം കണ്ടു. ഇനി കാത്തിരിപ്പാണ്. തുടർ ചികിത്സയ്ക്ക് ശേഷം മസ്തകത്തിലെ മുറിവ് ഉണങ്ങുന്നത് വരെയുള്ള കാത്തിരിപ്പ്.
നന്ദിപുലത്ത് വീട് കയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നന്ദിപുലം ഇടലിപ്പിള്ളി സ്വദേശി ചെമ്മനാടൻ വീട്ടിൽ 36 വയസ്സുള്ള കുട്ടാരു എന്ന വൈശാഖാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള അഖിലേഷ്, 23 വയസ്സുള്ള അഭിലാഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫെബ്രുവരി 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നന്ദിപുലം സ്വദേശി സുഭാഷിന്റെ വീട് കയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് വൈശാഖ്. വധശ്രമം ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPOമാരായ മുരുകദാസ്, സജീവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പശുവിനെ തെരുവ് നായക്കൂട്ടം മാരകമായി കടിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. കോടിശ്ശേരി പഞ്ചായത്തിലെ കല്ലിക്കൽ നക്കര വീട്ടിൽ ദിനകരൻ പ്രിയ ദമ്പതികൾ വളർത്തുന്ന പശുവിന്റെ 4 മാസം പ്രായമായ കുട്ടിയെയാണ് തെരുവ് നായകൾ കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 2:30-ഓടെ പശുവിന്റെ നിലവിളി കേട്ട് വീട്ടുകാർ എണീറ്റപ്പോഴാണ് പശുക്കളെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിനു ചുറ്റും തെരുവ് നായ കൂട്ടത്തെ കണ്ടത്. പശുവിന്റെ അടുത്തേക്ക് ചെന്ന വീട്ടുകാരെ കടിക്കുവാൻ വന്ന നായ്ക്കളെ ബക്കറ്റ് കൊണ്ടും വടികൊണ്ടും അടിച്ചോടിക്കുകയായിരുന്നു. വീട്ടുകാരുടെ നിലവിളി കേട്ട് പരിസരവാസികളും മറ്റും വന്ന ശേഷമാണ് 15ഓളം വരുന്ന തെരുവ് നായ്ക്കളെ ഓടിക്കുവാൻ സാധിച്ചത്. പുറകിലെ കാൽ കടിച്ച് മാംസം മുഴുവൻ ഭക്ഷിച്ച നിലയിലാണ്. പശുക്കുട്ടിക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 40 വർഷമായി പശു വളർത്തലുമായി കഴിയുന്ന ദിനകരന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണെന്നും പറയുന്നു. തെരുവുനായ പല വീടുകളിൽ നിന്നും കോഴികളെയും മറ്റും പിടിച്ചു തിന്നാറുണ്ടെങ്കിലും മറ്റു മൃഗങ്ങൾക്ക് നേരെ ആക്രമണം അപൂർവമാണ്. സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ നിന്ന് ദിനകരൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനിടയിലാണ് 1 മാസം മുൻപ് 60,000 രൂപ കൊടുത്ത് വാങ്ങിയ പശുവിന്റെ കുട്ടിക്ക് ഇത്തരത്തിൽ മാരകമായി മുറിവേറ്റിരിക്കുന്നത്. ദിവസം ചികിത്സയ്ക്കായി 700 രൂപയോളം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു. ദിനകരൻ ആശുപത്രിയിലായതോടെ 2 എരുമയെയും പശുവിനെയും വിറ്റിരുന്നു. ബാക്കി 2 പശുക്കൾ മാത്രമാണുള്ളത്. അതിലെ ഒരു കുട്ടിയെയാണ് നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന് പശുക്കുട്ടിയെ തെരുവ് നായക്കൂട്ടം കൂടി ആക്രമിച്ചത് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. തങ്ങളാൽ കഴിയുന്ന പോലെ ചികിത്സിക്കുമെന്ന് ദിനകരനും ഭാര്യ പ്രിയയും പറഞ്ഞു. മറ്റേ പശുക്കള് ഒച്ചയുണ്ടാക്കി അവരൊച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നപ്പോൾ 20 കുട്ടികളുണ്ട്. അവരെ ബക്കറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് 10-15 മിനിറ്റ് പിടിച്ചു അവരെ പിടിക്കാൻ. അവർ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇതിനടുത്ത് തുടച്ച് ക്ലിയറാക്കി നോക്കിക്കഴിഞ്ഞാൽ അത്രയും മാംസം അവർ ഇതാക്കിയിട്ടുണ്ട്. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. 3 പീടിക സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശമെത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്.
ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പീടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാൾ എത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് പറഞ്ഞു. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി പൊയ്യക്കാരൻ വീട്ടിൽ 24 വയസ്സുള്ള അനിൽ, പെരിങ്ങൽകുത്ത് കാടാർ നഗർ സ്വദേശി 18 വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 18-ന് വല്ലപ്പാടി പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപത്ത് റോഡിൽ വച്ചായിരുന്നു സംഭവം. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വല്ലപ്പാടി സ്വദേശിയുടെ 3 പവന്റെ മാലയാണ് പ്രതികൾ പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. മാലയിൽ മുറുകെ പിടിച്ച് നിലവിളിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ബൈക്ക് യാത്രക്കാരനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ ശരത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ആൾസഞ്ചാരം കുറഞ്ഞ വഴിയിലൂടെ പോകുന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ധൂർത്തിനും ലഹരിമരുന്ന് ഉപയോഗത്തിനും പണം കണ്ടെത്തുന്നതിനാണ് പ്രതികൾ മാല പൊട്ടിക്കാൻ ഇറങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, കൃപേഷ്, ശരത് ലാൽ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം, വൈസ് പ്രസിഡന്റ് അനിൽ ലാൽ KK, മണ്ഡലം പ്രസിഡന്റുമാരായ ജെയ്ഫൻ മാനാടൻ, സൂരജ് സുകുമാരൻ, അഭിജിത്ത് ശ്രീനിവാസൻ, സിജോ ദേവസി, SU ജില്ലാ സെക്രട്ടറി മെജോ ജോസഫ്, നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ ഡെറിക് ഡേവിഡ്, സിജോ ഇട്ടീര, റിൻഡോസ് കണ്ണമ്പുഴ, സച്ചിൻ രാജ്, ശിവദാസ് K, ജോമോൻ കണ്ണുകാടൻ, അൻസാർ കബീർ, ലിജോ വട്ടേക്കാട്, ആശംസ് P ദയാൽ, ശ്രീജിത്ത്, നിഖിൽ തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികളായ അരുൺ കാതികുടം, ജിൻസ് ചിറയത്ത്, ജോമോൻ മാപ്രാംപിള്ളി എന്നിവർ സംസാരിച്ചു. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജനദ്രോഹ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ നടത്തിയ ധർണ അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. UDF പുതുക്കാട് നിയോജകമണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ, INTUC ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിജോ പുന്നക്കര, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലത്തിലെ ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുത്തു. ജനവിരുദ്ധമാണ് കേരള ബഡ്ജറ്റ് എന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി II അബ്ദുൾ മജീദ് പറഞ്ഞു. കേരളത്തിന് യാതൊരുവിധ പരിഗണനയുമില്ലാത്ത കേന്ദ്ര ബഡ്ജറ്റും കിഫ്ബിയിലൂടെ ടോൾ പിരിച്ചും ബ്രൂവറികൾ കൊണ്ടുവന്ന് നാടൊട്ടുക്കും മദ്യശാലകൾ സ്ഥാപിച്ചും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. മുസ്ലിം ലീഗ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആനമല ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ജനവിരുദ്ധമായ കേന്ദ്ര കേരള ബഡ്ജറ്റിനെതിരെയുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് മീരാസ വെട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PS ഇസ്മായിൽ ഹാജി സ്വാഗതവും മുനിസിപ്പൽ കൗൺസിലർ ജോജി കാട്ടാളൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ PM റഹീം, KM ഷിറോജ് റാവുത്തർ, MK മിൻഹാജ്, സയ്യിദ് ജലാലുദ്ദീൻ, സലീം നാലകത്ത്, MA അക്ബർ,
PK അബ്ദുൾ റഹ്മാൻ, CM ബഷീർ, MK മുനീർ, M നൌഷാദ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു. 50% ഭൂനികുതി വർധനവിനെതിരെ നെല്ലായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPPC ആഹ്വാന പ്രകാരം പറപ്പുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പിണറായി സർക്കാരിന്റെ 50% ഭൂനികുതി വർധനവിനെതിരെ നെല്ലായി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ സോമൻ മുദ്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. M ശ്രീകുമാർ, KK രാജൻ, KS ജോൺസൺ, ഹരീഷ് കുമാർ, റീന ഫ്രാൻസിസ്, KN രാജൻ, NM പുഷ്പാകരൻ, ഷാജി മേനാട്ട്, രാജേഷ് കുമാർ, അജിമോൾ ഷാബു, പ്രശാന്ത് നെടിയംപറമ്പത്ത്, ബിജു പയ്യപ്പള്ളി, മഹേഷ് മേനോൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 62 രൂപ കൂടി ഗ്രാമിന് 8035 രൂപ, പവന് 64,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. നന്ദിപുലത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പശുവിനെ തെരുവ് നായക്കൂട്ടം മാരകമായി കടിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, കൃപേഷ്, ശരത് ലാൽ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജനവിരുദ്ധമാണ് കേരള ബഡ്ജറ്റെന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി II അബ്ദുൾ മജീദ് പറഞ്ഞു. 50% ഭൂനികുതി വർധനവിനെതിരെ നെല്ലായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.